പാചകവാതക പ്രതിസന്ധി ഹോട്ടലുകളെ ഇതാ ഞാൻ പറഞ്ഞതുപോലെ അടച്ചുപൂട്ടലിന്റെ വക്കിലാണ് എത്തിച്ചിരിക്കുന്നത്. പല ജില്ലകളിലും ഹോട്ടലുകളിൽ പാചകവാതക സ്റ്റോക്ക് കുറച്ചു ദിവസത്തേക്കേ ഉള്ളൂ. വാണിജ്യ സിലിണ്ടർ വിതരണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത് കടുത്ത വെല്ലുവിളിയാണെന്ന് ഹോട്ടൽ ഉടമകൾ തന്നെ പറയുകയാണ്. കോഴിക്കോട് നിന്ന് അഭിജിത്ത് മുഴക്കുന്നാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. അഭിജിത്ത്, കേരളത്തിലെ ഏതാണ്ട് 50% ഹോട്ടലുകളും അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലാണെന്ന് പറയുന്നു. ചില ഹോട്ടലുകളിൽ മെനു ഒക്കെ വെട്ടിക്കുറച്ചു കഴിഞ്ഞു. ബിരിയാണിയൊക്കെ വെക്കാൻ പലരും തയ്യാറാകുന്നില്ല എന്നതാണ്. കുഴിമന്തി ഒക്കെ കഴിക്കുന്നവരുടെ കാര്യവും കഷ്ടമാണെന്ന് പറയുകയാണ്. പല കമന്റുകളും വരുന്നുണ്ട്. കോഴിക്കോട്ടെ ഹോട്ടലുകളിലെ ഒരു സ്ഥിതി എന്താണ്? വിനീത, അത് തന്നെയാണ് സാഹചര്യം. പല ഹോട്ടലുകളും അടച്ചുപൂട്ടേണ്ട ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഏറ്റവും അധികം ആളുകൾ കേരളത്തിൽ ഹോട്ടലിനെ ആശ്രയിക്കുന്നത് കോഴിക്കോടാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അങ്ങനെയുള്ള കോഴിക്കോടാണ് ഇപ്പോൾ ഈ ഹോട്ടലുകൾ അടച്ചുപൂട്ടേണ്ട ഒരു നിലയിലേക്കുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട്ടെ പോലീസ് ക്യാൻറ്റീനിലാണ്. പോലീസുകാർ മാത്രമല്ല, സാധാരണക്കാരും മറ്റ് ജനങ്ങളൊക്കെ ആശ്രയിക്കുന്ന ഒരു ഹോട്ടലാണിത്. ഇവിടെ നിലവിൽ ഇപ്പോൾ ഉള്ളത് ആകെ 2 സിലിണ്ടറുകളാണ് വിനീത. അത് ആലോചിച്ച് നോക്കുക. ശരാശരി ദിവസം 4 സിലിണ്ടറുകൾ വേണ്ടിടത്ത് ഇനി ആകെ ബാക്കിയുള്ളത് 2 സിലിണ്ടറുകളാണ്. ഇതാ ഇവിടെ ഇപ്പോൾ ഒരു സിലിണ്ടർ കാണാം. ഇവരുടെ അടുക്കള അപ്പുറത്താണ്. അവിടെ നിന്ന് നിലവിൽ ഇവിടേക്ക് കൊണ്ടുവന്നതാണ്. ഒപ്പം തന്നെ മറ്റൊരു സിലിണ്ടറും കൂടി നമുക്കിവിടെ കാണാം. അതായത് ഈ സിലിണ്ടറുകൾ തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഹോട്ടലുകൾ പൂട്ടിയിടേണ്ട ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തും. അത് വലിയ ബുദ്ധിമുട്ട്, വലിയ പ്രതിസന്ധി ഈ ഹോട്ടൽ മേഖലയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതായത് സിലിണ്ടറിന് വില കൂടുന്നു, ഒപ്പം തന്നെ സിലിണ്ടറുകൾക്ക് നിയന്ത്രണവും വരുന്നു. അതാണ് വലിയൊരു ഇരുട്ടടിയായി മാറിയിട്ടുള്ളത്. നമുക്ക് ഈ ഹോട്ടലിന്റെ ഉടമ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. പോലീസ് ക്യാൻറ്റീൻ നടത്തിപ്പുകാരനായ മുരളിച്ചേട്ടൻ ചേരുന്നുണ്ട്. ചേട്ടാ, നമുക്കപ്പോൾ ആകെ ഇനി ബാക്കിയുള്ളത് 2 സിലിണ്ടർ അല്ല? ആകെ ഇനി 2 സിലിണ്ടർ മാത്രമാണ് ബാക്കിയുള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂട്ടേണ്ട അവസ്ഥയിലേക്കാണ് പോകുന്നത്. സിലിണ്ടർ കിട്ടാനില്ല. എന്താ ഇപ്പൊ നിലവിൽ ഇപ്പൊ നിങ്ങൾക്ക് ശരാശരി എനിക്ക് തോന്നുന്നു 3-4 സിലിണ്ടർ ഒരു ദിവസം വേണ്ടതാണ്. 4 സിലിണ്ടർ മസ്റ്റായിട്ട് ഒരു ദിവസം 4 സിലിണ്ടർ നമുക്ക് വേണം. ഈ ബുദ്ധിമുട്ടായി വലിയ ബുദ്ധിമുട്ടാണ്. സാധാരണക്കാർ ആശ്രയിക്കുന്ന ഒരു ഹോട്ടലാണിത്. പ്രത്യേകിച്ച് കൂടുതൽ പോലീസുകാരാണുള്ളത്. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവും, അങ്ങനെ ഒരു പ്രശ്നം കൂടി. അതും ശരിയാണ്. നന്നായിട്ട് സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ്. കാരണം വിചാരിച്ച മാതിരി കാര്യങ്ങൾ നടക്കുന്നില്ല. അത് സാമ്പത്തിക പ്രതിസന്ധിയാണ് വരുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ ഭക്ഷണത്തിനൊക്കെ വില കൂട്ടാനുള്ള ഒരു തീരുമാനം അങ്ങനെ എന്തെങ്കിലും? ഇല്ല, വില കൂട്ടാനുള്ള തീരുമാനം കണ്ടല്ലേ. വില കൂട്ടി കഴിഞ്ഞെന്ന് വെച്ചാൽ അത് സാധാരണക്കാരെ ബാധിക്കുന്ന പ്രശ്നമല്ലേ. ചെയ്യാൻ പറ്റില്ല. ഇല്ല, ഇവിടെ മെനു വല്ലതും വെട്ടിക്കുറച്ചിട്ടുണ്ടോ? നമ്മൾ നിലവിൽ ഇന്ന സാധനങ്ങൾ ഒഴിവാക്കും അങ്ങനെ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഒരു ചെയ്യേണ്ട കാര്യത്തിലേക്ക് എത്തുകയാണ്. നിലവിൽ അങ്ങനെ വരേണ്ട സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമാണ്. സിലിണ്ടർ ഇല്ലെങ്കിൽ ആകെ പോയില്ലേ, എല്ലാ കാര്യവും തകിടം മറിഞ്ഞില്ലേ. എനിക്കൊന്നും ഇവിടെ ചോറ് മാത്രമാണ് നമ്മൾ ഈ മറ്റ് അടുപ്പിൽ ചോറ് മാത്രമാണ്, വിറക് കത്തിച്ചിട്ട് ചോറ് മാത്രമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ബാക്കി ചായ മുതൽ ഇങ്ങോട്ട് എല്ലാ എണ്ണക്കടികൾ അങ്ങനെ എണ്ണക്കടികൾ മൊത്തം സാധനങ്ങൾ നമ്മൾ ഗ്യാസിനാണ് ആശ്രയിക്കുന്നത്. തീർച്ചയായും അങ്ങനെ തന്നെയാണ് വിനീത. ഇതാണ് ഒരു വലിയ പ്രതിസന്ധി. ഇവരെ ഇനി ഇപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുകയാണ്. ഈ 2 സിലിണ്ടറുകളാണ് ഇവരുടെ കൈവശമുള്ളത്. അത് തീർന്നു കഴിഞ്ഞാൽ ഈ കട പൂട്ടേണ്ടി വരും. ഇവർക്ക് ഇവിടെ നിന്ന് പോകേണ്ടി വരും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുക മുന്നോട്ട് വെക്കുന്നത് തുടരുമ്പോൾ എന്നതാണ്. ഏതായാലും ഗാർഹിക സിലിണ്ടറുകളുടെ ഉൽപ്പാദനം കൂട്ടാനുള്ള നിർദ്ദേശമാണ്. അത് പക്ഷേ ഹോട്ടലുകളെ പ്രതിസന്ധിയിലാക്കുന്നു എന്നതാണ്.